സിമ്പിൾ ആയിട്ട് 100 രൂപ അടിക്കും. ക്ലൈമാക്സ് നല്ല മോശം. ക്ലൈമാക്സ് കൊള്ളാം, സ്ക്രിപ്റ്റ് ഭയങ്കര മോശം. സ്ക്രിപ്റ്റിന് ഇല്ലില്ല, സ്ക്രിപ്റ്റിന് നല്ല പോരായ്മയുണ്ട്, അതിന് പ്രശ്നമാണ്. ക്ലൈമാക്സ് മാത്രമാണ് വേണ്ടി മാത്രം പടം പിടിച്ച പോലെ ഉണ്ട്. ജിത്തു ജോസഫിന് കിട്ടുന്ന ഒരു സ്ക്രിപ്റ്റഡായ ഒരു സാധനം ഉണ്ടല്ലോ, അത് വരുന്നില്ല. ഇത് ആർക്കും വേണ്ടി പെട്ടെന്നൊരു പടം ചെയ്ത പോലെ. പക്ഷേ സ്ക്രിപ്റ്റ് കുറച്ചുകൂടെ നന്നാക്കാമായിരുന്നു, അതിന് പ്രശ്നം. അടിപൊളി ക്ലൈമാക്സിൽ അടിപൊളി സാധനങ്ങളൊക്കെ എല്ലാം അടിപൊളിയായിട്ടുണ്ട്. ഡിസ്റ്റേബാണ് പടം. ഇന്റർവെല്ലും അടിപൊളിയാ, ക്ലൈമാക്സും കിട്ടില്ല. ഫസ്റ്റിനും സെക്കൻഡിലും സൂപ്പർ 3 ആണ്. ഫ്രാഞ്ചൈസിനോട് അടിപൊളിയായിട്ട് നീതി വളർത്തുന്ന പടം തന്നെയാണ്. അടിപൊളിയാണ്. ക്ലൈമാക്സ് ഒക്കെ ഞെട്ടണ സാധനങ്ങളാണ് ഞങ്ങള്, പൊളി സാധനങ്ങൾ. പടം കൊള്ളാം. പ്രത്യേകിച്ച് ഫസ്റ്റ് ഹാഫ് ഏതാണ്ട് ദൃശ്യം ഫസ്റ്റ് ഹാഫ് പോലെ തന്നെ പോകുന്നത്. അത്യാവശ്യം നല്ല ടെൻഷൻ ബിൽഡിംഗ് ആയിരുന്നു. ഇന്റർവെല്ലും കൊള്ളാം, അടിപൊളിയാണ്. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴും ആ ഒരു ത്രില്ലർ സാധനം മെയിൻറ്റെയിൻ ചെയ്ത് അങ്ങനെ നല്ല രീതിക്ക് കൊണ്ടുപോകുന്നുണ്ട്. പക്ഷെ ക്ലൈമാക്സിനോട് അടുപ്പിച്ച് എനിക്ക് പേഴ്സണലി അത്ര ഒരു സാധനം അങ്ങനത്തെ ഒരു ഇതായിട്ട് തോന്നിയില്ല. മൊത്തത്തോടെ പടം കൊള്ളാം, അത്ര തന്നെ ഉള്ളൂ. ഒരു ഫസ്റ്റ് സെക്കൻഡ് പോലെ അത്ര എനിക്ക് കണക്ട് ആയില്ല. കുറെ ലാഗ് വന്ന പോലെ ഫീൽ ചെയ്തു. പക്ഷെ ക്ലൈമാക്സ് വന്നിട്ട് നമ്മൾ പ്രതീക്ഷിക്കാത്തതാണ്, നന്നായിട്ട് വന്നായിരുന്നു. അതുകൊണ്ട് പക്ഷെ എന്തോ ഒരു ലാഗും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ചിലപ്പോൾ എന്റെ പോയിന്റ് ഓഫ് വ്യൂ കാരണമായിരിക്കാം, എല്ലാവർക്കും അത് വർക്ക്ഔട്ട് ആവണമെന്നില്ല. ഇമോഷണൽ സൈഡിൽ തന്നെയാണ് കാണിക്കുന്നത്. അതെ. പക്ഷെ കൊള്ളായിരുന്നു. ലാസ്റ്റ് ക്ലൈമാക്സ് എനിക്ക് 10 minutes ആണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. പക്ഷെ എനിക്ക് കുറച്ച് വലിച്ചു നീട്ടുന്ന പോലെ തോന്നിയായിരുന്നു. ഫസ്റ്റ് സെക്കൻഡ് വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ തേർഡ് ഇമോഷണൽ ആണ്. കഥപരമായാണ് പോണത്. കുഴപ്പമൊന്നുമില്ല, നന്നായിട്ട് ലാലേട്ടൻ നന്നായിട്ട് തന്നെ അഭിനയിച്ചു. സസ്പെൻസും ഇതും 1 and 2 വെച്ച് നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി കുറവാണ്. പടം സൂപ്പർ പടം. ഫസ്റ്റ് വെച്ച് നോക്കുമ്പോൾ ഒരു ആവറേജ് നല്ല പടം. സസ്പെൻസ് ഒക്കെ ത്രില്ലറൊക്കെ സൂപ്പറില്ല. സിമ്പിൾ ആയിട്ട് 100 രൂപ അടിക്കും. മേക്കിംഗ് സൂപ്പർ ആയിരുന്നു. മേക്കിംഗ് എല്ലാം മോലാണ്ട് ആ ഒരു ബർത്ത്ഡേ ട്രീറ്റ് നമുക്ക് മലയാളികൾക്ക് ഇത്രേ ഉള്ളൂ. മോശമാക്കിയിട്ടില്ല. മോശമൊന്നുമല്ല. ഞാൻ പറയില്ലേ, 2 ദിവസം കൊണ്ട് 100 രൂപ അടിക്കും. 100 അടി എല്ലാവരും കുഴപ്പമില്ല. നല്ല ഉഗ്രം പടം കേട്ടോ. നല്ല പഠിച്ച് തന്നെ ഇവിടെ വർക്ക് ചെയ്യുന്നത്. ജിത്തു ലാസ്റ്റ് വർക്കിനേക്കാളും ഒക്കെ അടിപൊളിയാണ്. എനിക്ക് ദൃശ്യം സീരീസിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് തന്നെ പറയാം. ബാക്കിയുള്ള പടത്തിന് ഒരു വിജയമായിട്ടല്ല കാണിക്കുന്നത്. ഇതൊരു സെന്റിമെന്റൽ മൂവി ആയിട്ടാണ് പടം തീരുന്നത്. അത് പറയുന്ന പോലെ തന്നെ കുടുംബത്തിന് വേണ്ടി ഏത് അറ്റം വരെയും പോകുന്ന ജോർജ് കുട്ടി അടിപൊളി കേട്ടോ. ഇമോഷണൽ ഒന്നുമല്ല. ജോർജ് കുട്ടി പിടി കൊടുക്കത്തില്ല എന്നല്ല, ജോർജ് കുട്ടി കുടുംബത്തിന് വേണ്ടി എന്തും ചെയ്യും. അതിനുവേണ്ടി തുനിഞ്ഞിറങ്ങിയ ആളാണ് ജോർജ് കുട്ടി. ഫോറിനുള്ള കണ്ടന്റും ഉണ്ട്. എങ്ങനെ പറയില്ല, ഫസ്റ്റ് സെക്കൻഡ് ഇഷ്ടപ്പെട്ടു. പുളിയാണ് സൂപ്പർ സാധനം. 4 ഉണ്ടാവും. സെക്കൻഡിനേക്കാളും കലക്കി. മൊത്തത്തിലൊരു കളക്ഷൻ വലിയൊരു കളക്ഷൻ ഉണ്ടാവും. പിന്നെ സൂപ്പറാണ്, അടിപൊളിയാണ്. 3 ഒട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നു എങ്ങനെ പോകുമെന്നുള്ളൊരു ടെൻഷനായിരുന്നു. പക്ഷെ അടിപൊളിയാണ്, സൂപ്പറായിട്ട്.